ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് പഠിക്കുന്നത് 100 മൈനസ് ഏജ് റൂൾ. ഈ റൂള് ഓക്കെ ആണോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ റൂളിന്? അതോ പ്രോപ്പറായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന രീതിയാണോ നല്ലത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് എന്താണ് 100 മൈനസ് ഏജ് എന്ന റൂൾ? ഇത് അമേരിക്കയിൽ ഉരുത്തിരിഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫിയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവർ അഡ്വൈസ് ചെയ്തിട്ടുള്ളതാണ്. പൊതുവെ ഒരാളുടെ വയസ്സ് എത്രയാണെന്ന് കണക്കാക്കിയതിന് ശേഷം അതിനകത്ത് 100-ൽ നിന്ന് ആ വയസ്സ് കുറയ്ക്കുകയാണ്. വയസ്സ് കുറയ്ക്കുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എത്രയാണോ അത്രയുമാണ് സ്റ്റോക്കിൽ ഇടുക. ബാക്കി ഒന്നുകിൽ ബോണ്ട് മേടിക്കുക, അല്ലെങ്കിൽ FD പോലെയുള്ള സേഫ് ആയിട്ട് ഉള്ള സ്കീമിൽ ഇടുക. ഇതാണ് 100 മൈനസ് ഏജ് എന്ന ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് 60 വയസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ 100-നകത്തുനിന്ന് 60 കുറയ്ക്കുമ്പോൾ 40 കിട്ടും. അപ്പൊ 40% ഫണ്ട് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 4 ലക്ഷം രൂപ സ്റ്റോക്കിലിടാം. ബാക്കി 6 ലക്ഷം രൂപ ബോണ്ട് മേടിക്കാം, അല്ലെങ്കിൽ FD എടുക്കാം. ഇതാണ് ഈ റൂള്. ഈ റൂളിനകത്തുള്ള പ്രശ്നം ഒരു അസംഷനാണ്, തെറ്റായിട്ടുള്ള ഒരു അസംഷൻ. ഒരു വ്യക്തി രണ്ട് രീതിയിലുള്ള മെയിൻ പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു റിസ്കി അസറ്റ് ആണ് എന്ന് ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിൽ ജനിപ്പിക്കുവാനാണ് ഈ റൂളിന്റെ ആദ്യത്തെ ഉദ്ദേശം തോന്നുന്നുണ്ട്. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് പേടിയാവും. സ്റ്റോക്കിൽ ഇട്ടാൽ പൈസ പോകും എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഈസ് റിസ്കി, സ്റ്റോക്കിൽ ഇട്ടാൽ പൈസ പോകും എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് അതിനകത്തുനിന്ന് മാറ്റി നിർത്തുക, എന്നിട്ട് പൈസ ഇങ്ങോട്ട് കൊണ്ടുപോവുക. പിന്നെ ആ രീതിയിലുള്ള ഒരു സ്കീമാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് യാതൊരു ലോജിക്കുമില്ല. കാരണം ഒരു വ്യക്തി എത്ര വർഷം ജീവിച്ചിരിക്കുക എന്നുള്ളതിനെ പറ്റി യാതൊരു കണക്കുമില്ല. ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. അയാൾ ഒരു 80, അല്ലെ 60, അല്ലെ 40, 80, അതിനകത്ത് യാതൊരു ലോജിക്കില്ലാത്ത കാര്യമാണ്. ഒരു വ്യക്തി എത്ര വർഷം ജീവിക്കുന്നുണ്ട്? ഒരു പക്ഷെ മാക്സിമം 100 വയസ്സ്, അല്ലെങ്കിൽ 110 വയസ്സ്, 118 വയസ്സ് വരെ ജീവിച്ച ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവെ ആൾക്കാർ ഒരു പക്ഷേ 100 വരെ എത്തുന്നില്ലായിരിക്കാം, കൂടുതൽ ആൾക്കാരും. അതുകൊണ്ടായിരിക്കാം ഇതിന്റെ മറ്റൊരു സയന്റിഫിക് ആയിട്ടുള്ള റൂൾ. പക്ഷെ ഇതിനകത്തൊന്നും ലോജിക്കില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആവശ്യം നമ്മുടെ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം. ഏജിന് അവിടെ പ്രസക്തിയില്ല. കാരണം അല്ലെങ്കിൽ നമ്മളുടെ അസറ്റും കാര്യങ്ങളും ഒന്നും നമ്മളുടെ പിൻതലമുറയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കരുത്. അതായത് നമ്മൾ തീരുമ്പോൾ നമ്മുടെ ഫണ്ട് തീരുന്ന രീതിയിൽ എങ്ങാണ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമ്പത്ത് പിൻതലമുറയിലേക്ക് കരുതി വെച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വീടും ഒക്കെ മക്കൾക്കോ അല്ലെ കൊച്ചുമക്കൾക്കോ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അസറ്റുകളൊക്കെ ഭാര്യയിലേക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ മക്കളിലേക്ക് ചെല്ലുക. ഈ രീതിയിലുള്ള സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കയ്യിലുള്ള അസറ്റ് അത് നശിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളത്. അതായത് ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അതിന്റെ റിട്ടേൺസ് വർദ്ധിപ്പിക്കുക. അതിനെന്ത് ആവശ്യമാണോ അത് ചെയ്യുക. അതിന് സ്റ്റോക്കാണ് നല്ലത്, സ്റ്റോക്ക് തന്നെ വാങ്ങുക. അത് അല്ലാതെ അവിടെ പൈസ നശിപ്പിക്കാനായിട്ട് FD ഇടുകയോ അല്ലെങ്കിൽ ബോണ്ട് മേടിച്ച് വെക്കുകയോ ചെയ്യുന്നതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല. ഓക്കെ, ഇതിനകത്ത് ഏജ് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അത് ബേസ് ചെയ്തുകൊണ്ടൊരു റൂൾ ഉണ്ടാക്കുന്നത് തന്നെ ഒരു വിഡിത്തമാണ്. നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗോൾസുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. നമുക്ക് ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ ലൈഫ് ഗോളുകൾ ഉണ്ടാവും, ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ വീട് വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ വലിയൊരു വണ്ടി വാങ്ങുന്നതാവാം. പണം നല്ല രീതിയിൽ ആവശ്യമായിട്ടുള്ള ഏത് പ്ലാനിങ്ങിനെയും കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ. പിന്നെയുള്ളത് റിസ്ക് ടോളറൻസ് ആണ്. എത്രമാത്രം റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റും, എടുക്കാവുന്നതിന്റെ മാക്സിമം നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫണ്ടിന്റെ ആരോഗ്യമാണ് നമ്മുടെ പ്രയോറിറ്റി. ഫണ്ടിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, അതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ നമ്മൾ ഈ റൂളും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മിക്കവാറും പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടും. മാറി വരുന്ന സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആവശ്യമാണ്.
റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി, സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ചെയ്തിരിക്കണം. വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസറ്റ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റാണിത്. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോൾ അത് നല്ല സ്റ്റോക്ക് ആണെങ്കിലാണല്ലോ നമ്മൾ വാങ്ങുന്നത്. അങ്ങനെ നല്ലൊരു സ്റ്റോക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അവസരങ്ങൾ നമ്മൾ മുതലെടുക്കണം. അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. കാരണം അവിടുന്ന് പിന്നെ താഴോട്ട് പോകാൻ, ആ വില താഴോട്ട് പോകാനുള്ള ഒരു ചാൻസ് കുറവാണ്. അതിന് പലതരത്തിലുള്ള പിന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ക്യാഷ് മാർക്കറ്റിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ആവറേജിങ് ഡൗൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം വില കുറയുകയാണെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് താഴെ പോയി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുവാനുള്ള അവസരം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആവറേജ് പ്രൈസ് എപ്പോഴും താഴ്ന്നിരിക്കും. ഒരുപക്ഷെ ഏറ്റവും താഴ്ന്ന പ്രൈസ് തന്നെ നമുക്ക് പലപ്പോഴും കിട്ടും. പിന്നെ നമ്മൾ ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിലെത്തും. ഇതൊക്കെ നമുക്ക് സ്റ്റോക്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും എഫ് ഡിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ഉള്ള ചില ടിപ്പുകളാണ്. ഒന്ന്, നമ്മൾ ഫിനാൻഷ്യൽ ഗോൾസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അത് ഷോർട്ട് ടൈമിലേക്ക് എന്താണ് നമ്മുടെ ആവശ്യം, ലോങ് ടൈമിലേക്ക് എന്താണ് ആവശ്യം, രണ്ടും സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും എന്ന് നമ്മൾ അത് നമ്മൾ ഏജുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ആ റിസ്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന എത്രയാണ് എന്നുള്ളത് നമ്മുടെ ഷോർട്ട് ടൈം ലോങ് ടൈം ഗോളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം റിസ്ക് മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻ സെല്ലിങ് പഠിക്കുക, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഇതിൻ്റെയൊക്കെ പ്രവർത്തന രീതി, ഇത് ലോങ് ആയാലും എങ്ങനെ, ഷോർട്ട് ആയാലും എങ്ങനെ, അത് പഠിക്കുക. വ്യത്യസ്ത രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക. റിസ്ക് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഡൗൺ സൈഡ് റിസ്ക് എങ്ങനെ കുറയ്ക്കാം, അപ്പ് സൈഡ് റിസ്ക് എങ്ങനെ കുറയ്ക്കാം. അപ്പം നമ്മളെപ്പോഴും ബൈ ആൻഡ് ഹോൾഡ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. വേറെയും പ്രധാനപ്പെട്ട 2 സൈഡുണ്ട്. അതൊന്ന് ഷോർട്ട് സൈഡാണ്. കാരണം ചില സാഹചര്യങ്ങളിൽ ചില സ്റ്റോക്കുകൾ നമുക്ക് ഫ്യൂച്ചറിൽ പോയിട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. താഴേക്ക് പോകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും അങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ ഷോർട്ട് സ്ട്രാഡിൽ പോലെയുള്ള ഓപ്ഷൻ സ്ട്രാറ്റജികൾ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആണെങ്കിൽ നമുക്ക് ലാഭം തരും. എല്ലാ മാസവും നമുക്ക് ലാഭം കിട്ടും റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മാർക്കറ്റിൽ. ഇതൊക്കെ പഠിച്ച് നമ്മൾ ഫണ്ട് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഫണ്ട് ഇനി നമ്മുടെ കാലശേഷം അത് മറ്റാരിലേക്കെങ്കിലും പോകുമ്പോൾ അത് നല്ല രീതിയിൽ ഉള്ള ഒരു ഫണ്ടായിട്ട് തന്നെ അതിന് പോകാൻ പറ്റണം. അല്ലാതെ അത് ശുഷ്കിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഒരു സാധനം കൈമാറ്റം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. പല രീതിയിലുള്ള അസറ്റ് ക്ലാസസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്കിനകത്ത് തന്നെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒന്ന്, പ്രൈസിൽ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും. കാരണം ബൈ അറ്റ് ആവറേജിങ് ഡൗൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. പക്ഷേ പലതരത്തിലുള്ള സ്റ്റോക്കുകൾ മേടിക്കാൻ പറ്റുമല്ലോ. ഡിഫൻസീവ് സ്റ്റോക്ക് ഉണ്ട്, അല്ലെ ഓട്ടോ ഇൻഡസ്ട്രി ഉണ്ട്, ഫാർമസി ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മൾ റിസ്ക് പല ലെവലുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് റിവ്യൂ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഷോർട്ട് ടൈം ഗോളുകളും ലോങ് ടൈം ഗോളുകളും ഉണ്ട്. ആ ഗോളുകളുമായിട്ട് ബന്ധപ്പെടുത്തി, നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വേണ്ട മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താവുന്നതേ ഉള്ളൂ. മോറോവർ, നമ്മൾ മാർക്കറ്റിലെ കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് എപ്പോഴും അതുമായിട്ട് പൊരുത്തപ്പെട്ട് മാറ്റങ്ങൾ വരുത്തുവാൻ പര്യാപ്തമായ രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏജ് എന്ന് പറയുന്നത് നമ്മളുടെ തീരുമാനങ്ങളെ ഒരുപക്ഷെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ മെയിൻ പോയിന്റ്. ഫോർ എക്സാമ്പിൾ, കുറച്ച് പ്രായമായ ആൾക്കാർക്കാണ് സ്റ്റോക്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം കുറച്ച് പേഷ്യൻസ് ആവശ്യമായിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ആവേശം ഒക്കെ ഒരുപാട് കുറച്ച് വേണ്ട ഒരു ഫീൽഡാണ് ഇൻവെസ്റ്റിംഗ്. ഒരുപാട് ആവേശം നല്ലതല്ല ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അത് ഏജ് ആവുന്നതനുസരിച്ചാണ് മനുഷ്യന് കൂടുതൽ കിട്ടുക. തീർച്ചയായിട്ടും ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അദ്ദേഹത്തിന് ഇനി 100 വയസ്സാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബ്രെയിൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഇൻവെസ്റ്റിങ് പ്ലസ് റിസ്ക് മാനേജ്മെന്റ് യൂസിങ് കോൾ ഓപ്ഷൻസ്, പുട്ട് ഓപ്ഷൻസ്. ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഉപയോഗം പഠിക്കാനും അത് ചെയ്യാനും ഏറ്റവും പറ്റിയത് ഓൾഡ് ഏജ് ആണ്. സോ നമ്മൾ പൈസ എഫ് ഡിയിൽ ഇടുക എന്നതിലുപരി നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്നിടത്താണ് നമ്മൾ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്,
അത് നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതായിരിക്കണം. ഏത് ഏജ് ആയിരുന്നാലും നമ്മുടെ ആവശ്യം ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്. നമ്മുടെ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, സെക്യൂർഡായിട്ട് പെർഫോം ചെയ്യുക. നമ്മുടെ ഏജുമായിട്ട് അതിന് ബന്ധമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.